ബിഗ് ബോസ് മലയാളം സീസൺ 6-ന്റെ ആദ്യ ക്യാപ്റ്റൻസി ടാസ്ക് കയ്യാങ്കളിയുടെ വക്കിലേക്ക്. ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ നേരത്തെ പറഞ്ഞിരുന്നതുപോലെ തന്നെ 4 റൂമുകളാണുള്ളത്. അതിൽ പവർ റൂം തുറക്കുന്നതിനും അതിൻ്റെ അധികാരങ്ങൾ ഉപയോഗിക്കുന്നതിനും വീട്ടിൽ ഒരു ക്യാപ്റ്റൻ ആവശ്യമാണ്. അതിനുവേണ്ടി ബിഗ് ബോസ് വീട്ടിലെ ആദ്യ ദിവസം തന്നെ ക്യാപ്റ്റൻസി ടാസ്ക് നടത്തി ഒരു ക്യാപ്റ്റനെ കണ്ടെത്തുന്നു. ഇതിനുവേണ്ടി ക്യാപ്റ്റൻസി ടാസ്ക് ആയിട്ട് നൽകിയിരിക്കുന്നത് ഗാർഡൻ ഏരിയയിൽ നിറച്ചിരിക്കുന്ന ചെളിക്കുള്ളിൽ നിരവധി ബോളുകളുണ്ട്. ഈ ബോളുകൾ ശേഖരിച്ച് അതിന്റെ പോയിന്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മത്സരാർത്ഥികൾ അവരുടെ ക്യാപ്റ്റനെ കണ്ടെത്തുക. ഇത് ഒരു ഇൻഡിവിജ്വൽ ഗെയിം എന്ന തലത്തിൽ തന്നെയാണ്. എല്ലാവർക്കും അതിനുള്ള പോഡിയങ്ങളും അവർക്കുള്ള കളക്ഷൻ ബോക്സുകളും എല്ലാം ഉണ്ട്. ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഇതിനിടയിൽ 2 മത്സരാർത്ഥികൾ ഒരുമിച്ച് ചേർന്ന് ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കുന്നു. അവർ ശേഖരിച്ച ബോളുകളെല്ലാം ഒരു കുട്ടയിലിടുകയും അങ്ങനെ അവർക്ക് അധികാരം കിട്ടുന്ന ഒരു രീതിയിലേക്ക് ഗെയിം മുന്നോട്ട് കൊണ്ടുപോകും എന്നൊരു രീതിയിലേക്ക് പോകുന്നു. ആദ്യ റൗണ്ട് ഗെയിം കഴിയുമ്പോൾ ഗെയിമിലെ പ്രധാനപ്പെട്ട ഒരു നിബന്ധന ആരും ശ്രദ്ധിക്കാത്തത് കൊണ്ട് തന്നെ എല്ലാവരും ഔട്ടാകുന്നു. റെഡ് ലൈറ്റ് തെളിയുന്ന സമയം മത്സരാർത്ഥികൾ ചെളിയിൽ നിന്നും വെളിയിലിറങ്ങണം എന്നായിരുന്നു. എന്നാൽ റെഡ് ലൈറ്റ് തെളിയുന്ന സമയം എല്ലാവരും ചെളിക്കുള്ളിലായിരുന്നു. അത് ബിഗ് ബോസ് കണ്ടെത്തുകയും അതുകൊണ്ട് ഫസ്റ്റ് റൗണ്ട് മത്സരം ക്യാൻസൽ ചെയ്യുകയും ചെയ്യുന്നു. ഈ ഫസ്റ്റ് റൗണ്ട് മത്സരം ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോഴാണ് ജാസ്മിൻ ഒരു കാര്യം മനസ്സിലാക്കുന്നത്. ബിഗ് ബോസ് വീട്ടിലെ 2 മത്സരാർത്ഥികൾ ഒരുമിച്ച് കളിച്ച് അവരുടെ പോയിന്റ് കൂട്ടാൻ ശ്രമിക്കുന്നു എന്നത്. അത് നേരിട്ട് ജാസ്മിൻ കാണുന്നതല്ല. മറ്റൊരു മത്സരാർത്ഥിയോട് നീ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് നീ മിണ്ടണ്ട എന്ന് പറയുന്നത് ജാസ്മിൻ കേൾക്കുന്നതാണ്. അതിനെ തുടർന്നാണ് ജാസ്മിൻ ഇത് ശ്രദ്ധിക്കുന്നത്. ജാസ്മിൻ ഇത് പൊതുവായി സംസാരിക്കുന്നു. ഇത് പറയുന്നതിനിടെ രതീഷ് അതിനുള്ളിൽ വല്ലാതെ കിടന്ന് ഇടപെടുന്നുണ്ട്. മാത്രമല്ല ഇതൊരു അവസരമാക്കാനും അതൊരു ശബ്ദകുലാഹനങ്ങളുടെ അവസരമാക്കാനും രതീഷ് ശ്രമിക്കുന്നുണ്ട്. ജാസ്മിൻ പറയാൻ വന്നത് എന്താണ് കാര്യം എന്ന് പറയാൻ പോലും സമ്മതിക്കാതെ രതീഷ് അതിനകത്ത് ഇടപെടുന്നു. ഈ ചർച്ചയും ഈ വഴക്കുകളും മുന്നോട്ട് പോകുന്നതിനിടെ ഞാനിനി ഈ ഇൻഡിവിജ്വൽ ഗെയിമിൽ ചതിയാണെങ്കിൽ ഞാൻ കളിക്കില്ല, അടുത്ത റൗണ്ടിൽ ഞാൻ കളിക്കില്ല എന്ന് പറഞ്ഞ രതീഷ് വീടിനുള്ളിലേക്ക് കയറി പോകാൻ ശ്രമിക്കുന്നു. ഈ സമയത്ത് മത്സരാർത്ഥികൾക്കിടയിൽ ചില പ്രശ്നങ്ങൾ വീണ്ടും ഉടലെടുക്കുന്നു. ഇതേസമയം മറ്റു മത്സരാർത്ഥികൾക്കുള്ളിൽ ശക്തമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇതേസമയം ഗബ്രിയും റോക്കിയും തമ്മിൽ പരസ്പരം ഫിസിക്കൽ ടച്ച് ഉണ്ടാകുന്നു. അത് കൂടുതൽ വഴക്കിലേക്ക് എത്തുന്നു. ഇവരെ പിടിച്ചു മാറ്റാനായി ഇവർക്കിടയിലേക്ക് രതീഷ് കയറി വരുന്നു. പിന്നീട് രതീഷും റോക്കിയും തമ്മിലാകുന്നു. രതീഷും റോക്കിയും നേർക്കുനേർ നിന്ന് തല്ലുമോ എങ്കിൽ എന്നെ തല്ല് എന്ന് പറഞ്ഞ് രതീഷ് റോക്കിയുടെ മൂക്കിന് താഴെ പോയി നിൽക്കുന്നു. ഇതോടെ സീനിൽ നിന്നും ഗബ്രി അപ്രത്യക്ഷമാകുകയും റോക്കിയും രതീഷും തമ്മിലാകുകയും ചെയ്യുന്നു. ഈ സമയം ബിഗ് ബോസ് രതീഷിനെയും റോക്കിയെയും കൺഫെഷൻ റൂമിലെത്തി ബിഗ് ബോസ് കുറച്ചുനേരം ശാന്തമായി ഇവരോട് ഇരിക്കാൻ പറയുന്നു. അതിനുശേഷം ആദ്യം റോക്കിയോട് കാര്യങ്ങൾ വിശദീകരിക്കാൻ പറയുമ്പോൾ രതീഷ് കയറി സംസാരിക്കാൻ തുടങ്ങുന്നു. അതേസമയം ബിഗ് ബോസ് പറയുന്നു നിങ്ങളാണോ റോക്കി എന്ന് ചോദിക്കുന്നു. അപ്പോൾ രതീഷ് മിണ്ടാതിരിക്കുന്നു. റോക്കി കാര്യങ്ങൾ പറയുന്നു. ഈ സമയത്ത് ഇവരുടെ കാര്യങ്ങളെല്ലാം ഇവർ ടീമായിട്ട് കളിക്കാൻ തീരുമാനിച്ചതെല്ലാം പറയുന്നു. ഇതിനുശേഷമുള്ള കാര്യങ്ങൾ ബിഗ് ബോസ് ലൈവ് കാണിക്കുന്നില്ല. അത് ഒരുപക്ഷെ എപ്പിസോഡിന്റെ ഭാഗമായി കാണിക്കാനായിരിക്കും ഉദ്ദേശിക്കുക. ഏതായാലും അതിനുശേഷം ഇവർ പുറത്തേക്ക് വരുമ്പോൾ ഇവർ കൊണ്ടുവരുന്ന ഒരു തീരുമാനം ഇതാണ്. ടീമായും ഗെയിം കളിക്കാം എന്ന തീരുമാനം എല്ലാവരെയും അറിയിക്കുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 6-ന്റെ ആദ്യ ക്യാപ്റ്റൻസി മത്സരം തന്നെ കയ്യാങ്കളിയുടെ വക്കിലെത്തുന്നു. അല്ലെങ്കിൽ കൺഫെഷൻ റൂമിൽ മത്സരാർത്ഥികൾ എത്തേണ്ട സാഹചര്യത്തിലെത്തുന്നു. ഇതിൽ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. റോക്കിയുടെ ഒരു അഗ്രസീവ്നെസ്സും മറുവശത്തെ രതീഷിന് എല്ലാത്തിലും കടന്നു കയറി ഒരു കണ്ടന്റ് ഉണ്ടാക്കാനുള്ള ഒരു ശ്രമവും. ഇതിന് ഒരു ചെറിയ ഡോസ് കൊടുക്കുക എന്ന രീതിയിൽ കൂടിയായിരിക്കാം ഒരുപക്ഷെ കൺഫെഷൻ റൂമിലേക്ക് ബിഗ് ബോസ് വിളിച്ചതും. ആദ്യം റോക്കിയോട് സംസാരിക്കാൻ പറഞ്ഞതും റോക്കിയെ സംസാരിക്കേണ്ട സമയത്ത് രതീഷ് കയറി സംസാരിക്കുമ്പോൾ രതീഷിനോട് നിങ്ങളാണോ റോക്കി എന്ന് ബിഗ് ബോസ് ചോദിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഏതായാലും ആദ്യം ക്യാപ്റ്റൻസി ടാസ്ക് തന്നെ കൺഫെഷൻ റൂം കയറിയിരിക്കുന്നു.